ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇവരുടെ ക്യാരി ചെയ്യുന്ന ഗാഡ്ജറ്റുകളെ കുറിച്ചാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ ഗാഡ്ജറ്റ് ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ മെയിൻലി പുറത്തേക്ക് പോകുമ്പോഴും ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഗാഡ്ജറ്റ്സുകൾ, ട്രിപ്പ് മാത്രമല്ല നമ്മളിപ്പോൾ ഒഫീഷ്യൽ പർപ്പസുകൾ ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ പോകുമ്പോൾ കൊണ്ട് നടക്കുന്ന ഗാഡ്ജറ്റ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ അത് ക്യാരി ചെയ്യുന്ന ബാഗുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പോകുന്നില്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഗാഡ്ജറ്റ് ബാഗിന് മുമ്പ് കുറച്ച് കൊല്ലം മുമ്പ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് ക്യാമറ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ വൈൽഡ് ക്രാഫ്റ്റിന്റെ ഒരു ബാഗാണ്, ബാക്ക് പാക്ക് ബാഗാണ്. അത്യാവശ്യം നല്ല ബാഗ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഈ സാധനം ഇതൊരു ജീൻസ് മെറ്റീരിയൽ പോലത്തെ ഒരു എന്താ പറയാ ഒരു ഫാബ്രിക് ഉണ്ടാക്കിയത്, ടിയർ ഫ്രീ ഫാബ്രിക്, ടിയർ ഫ്രീ റെസിസ്റ്റന്റ് എന്നൊക്കെയാണ് സാധനം പറയുന്നത്. പക്ഷെ വാട്ടർ പ്രൂഫിംഗ് അല്ല കേട്ടോ, വാട്ടർ റെസിസ്റ്റന്റ് ഒന്നും ഇല്ല. പക്ഷെ കുഴപ്പമില്ലാത്ത പാക്കേജിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈൽഡ് ക്രാഫ്റ്റിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 3 സിബാണ് ഇതിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഫ്രണ്ടിൽ ഒരു സിബ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സിബ് ഉണ്ട്, ഇവിടെ ഒരു സിബ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സിബ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 സിബ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഈ ചെറിയ ഫ്രണ്ടിലത്തെ ഇൻക്ലൂഡിങ് സിബ് കൂടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഞാൻ കൊണ്ടു നടക്കുന്നത് പറയാം. ഓൾറെഡി നമുക്കിപ്പോൾ ഇപ്പോൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോണിയുടെ ക്യാമറയാണ്. നമ്മൾ ഓൾറെഡി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ സാധനം ഞാൻ പുറത്ത് വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡും ഉണ്ട്, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. നമുക്ക് മൊബൈലും എല്ലാം വെക്കാൻ പറ്റുന്നത്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കിട്ടണമെങ്കിൽ താഴെ കൊടുക്കട്ടെ. പിന്നെ ഈ സോണിയുടെ തന്നെ ഒരു റിമോട്ടാണ്, നമ്മൾ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ സംഭവത്തിനൊക്കെ. ഇത് റിമോട്ട് കം ട്രൈപോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ. ഇങ്ങനെ വെച്ചാൽ ട്രൈപോഡായി. ഇപ്പം ഇതാണ് ആദ്യത്തെ സംഭവം നമ്മൾ പറയുന്നത്. പിന്നെ വരുന്ന 2 ഫോണുകൾ ഞാൻ 3-4 കൊണ്ടു നടക്കുന്നുണ്ട്. അത് രണ്ടെണ്ണം മെയിൻലി ഏതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാധനം കൊണ്ടു നടക്കുന്നത്. പ്രൈമറി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെയാണ് മെയിൻ ആദ്യത്തെ ഫോൺ വരുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത് വിവോൻ്റെ X200 Pro ആണ് കേട്ടോ. അപ്പോൾ ഈ 2 ഫോണുകളും ഇപ്പം എൻ്റെ കയ്യിൽ പുറത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി മെസ്സേജും സംഭവമൊക്കെ എൻ്റെ ഒരെണ്ണം ഒഫീഷ്യൽ നമ്പറും പറഞ്ഞു, പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അത് ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാച്ച് ഞാനിപ്പോൾ പുറത്താണിപ്പോൾ. അപ്പോൾ G-Shockൻ്റെ ഒരു GB200 എന്നൊരു മോഡലാണ്. നമുക്ക് ബ്ലൂടൂത്ത് അഡീഷനും ട്രാക്കിങ്ങും സംഭവമൊക്കെ വരുന്ന ഒരു വാച്ചാണ് G-Shockൻ്റെ. അതാണ് ഇപ്പോൾ തൽക്കാലം എത്തിക്കുന്നത്. അതല്ലാണ്ട് ഞാൻ വേറെ 2 വാച്ചും കൂടി വേറെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഇത് തുറക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പോക്കറ്റിൽ ഇതിൽ പേഴ്സ് വരുന്നുണ്ട്, പേഴ്സ്. പിന്നെ ഞാൻ പേഴ്സ് ഓൾറെഡി നമ്മൾ വീഡിയോ കിട്ടുന്നത് പൂമാൻ്റെ ഒരു പേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പൂമാൻ്റെ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഞാൻ ഷോർട്സും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ JBLൻ്റെ ലൈവ് ബീം 3 എന്ന് പറഞ്ഞൊരു TWS ആണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് ഉള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 15,000 രൂപയുടെ റേഞ്ചിൽ വരുന്നൊരു ഇത് 15,000 രൂപയ്ക്ക് കിട്ടും. അതിനൊരു ഡിസ്കൗണ്ട് കാണാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ആമസോൺ നോക്കുകയാണെങ്കിൽ ഒരു 14,000 രൂപ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പിന്നെ എനിക്കിത് ആക്ച്വലി ഒരു അതിനായിട്ടും കുറഞ്ഞാൽ കിട്ടിയിട്ടാണ് കാർഡ് ഡിസ്കൗണ്ടും കാണാനൊക്കെ വെച്ചിട്ട്. കാരണം ഇതൊരു ബ്ലൂ കളറാണ്. ഞാൻ അതിൻ്റെ ഫ്രണ്ടിലത്തെ സാധനം എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ഡ്യൂപ്ലിക്കേറ്റും വേറെ വരുന്നുണ്ട്, വേറെ കാര്യം. പിന്നെ നമുക്കിതിൽ എന്താ പറയുക, ബാസ് ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇതാണ് നമുക്ക് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പവർ ബാഗ് ഉണ്ടാവില്ല, പവർ ബാഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ 10,000 mAh സാംസങ് വാച്ചിൻ്റെ വയർലെസ് ചാർജിങ്ങും കൂടിയുള്ള ഒരു പവർ ബാഗാണ്. അത് അവരുടെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടാണ്. ഫാസ്റ്റ് ചാർജിങ് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സാധനമൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇൻബിൽഡ് നമുക്കൊരു കേബിളുണ്ട്, ടൈപ്പ് 2 പോലാണ് ഉള്ളത് കേട്ടോ. ഈ കളർ മാത്രമുള്ളവർക്ക് ഇത് കാരണം അതിനെ പക്ഷേ ഇതും അതിങ്ങനെ ചളിയൊന്നും ആവില്ല കേട്ടോ. ഒരു മാർബിൾ ഫിനിഷ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ആക്ച്വലി ആമസോണിലില്ല, അവർ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോക്കറ്റിൽ വരുന്നത്. പിന്നെ ഈ സൈഡ് പോക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇതിലായിരുന്നു നമ്മുടെ ഈ ക്യാമറ സംഭവമൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഫ്രണ്ട് അറയിലായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ വേറൊരു വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗ് ഉണ്ട്, നമ്മുടെ ഡ്രസ്സും നല്ല കൊണ്ടുപോയി. ഇതിൽ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ കമ്പാർട്ട്മെന്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ കുറച്ച് ചാർജേഴ്സും അതുപോലെ തന്നെ ഇതിലൊരു നമ്മുടെ ആക്ഷൻ 4 നമ്മുടെ DJൻ്റെ ആക്ഷൻ 4 ക്യാമറ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക് വരുന്നുണ്ട്, ഹോളിലൈനിൻ്റെ. നമുക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും ബട്ടൺ മൈക്ക് പോലത്തെ ഒരു സാധനം. ഇപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ക്യാമറയുടെ ഇൻബിൽഡ് മൈക്ക് കൂടെ തന്നെയാണ് ഇപ്പോൾ റെക്കോർഡാകുന്നത്. എന്താ വെച്ചാൽ നമ്മളൊരു റൂമിനുള്ള ഫുള്ളി ഇതായിട്ടുള്ള. പിന്നെ നമ്മുടെ 2 ചാർജർ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ആക്ച്വലി വിവോൻ്റെ നമ്മുടെ X200 Proൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫ്ലാഷ് ചാർജറാണ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ ചാർജറാണ്, PD ചാർജിങ്ങാണ്. ഇതാണത് 45 വാട്ടിൻ്റെ. അതിൻ്റെ ഇൻബിൽഡായിട്ട് കേബിളും വരുന്നതാണ്. അതൊക്കെ ഞാൻ ആമസോണിൽ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 2 ഈ അറയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കാം, ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്
മെയിൻ കമ്പാർട്ട്മെന്റിൽ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ടാബ്, സാംസങ്ങിന്റെ ടാബാണിത്, S9 ടാബാണിത്. അത് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കേസ് ഇത് ടിസുമിന്റെ ഒരു കേസാണ്. ഞാൻ ആമസോണിൽ വാങ്ങിച്ചു തന്നെയാണ്. അതിന്റെ പെണ്ണിന്റെ അവിടെ വെക്കാൻ സെപ്പറേറ്റ് വേറെ സെക്ഷൻ ഉണ്ട്. S9 ആണത്. ടാബാണ് ടാബ് കേട്ടോ, ഗ്രേ കളറാണ് ഞാനത്. ഇതാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് ബൾക്കിയാണ് സാധനം, പക്ഷെ ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ സാധനം നിലത്തോളം ഒരു കുഴപ്പം പറ്റില്ല കേട്ടോ ടാബിലൊന്നും. അങ്ങനത്തെ ഒരു കേസ് ഈ കേസിന് ഒരു 300 രൂപ 400 രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ലാപ്ടോപ്പാണ്. ഞാനിപ്പോ കൊണ്ടുനടക്കുന്നത് അസൂസിന്റെ ടഫ് ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പാണ്. ഇത് കൊണ്ടുനടക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് അറിയാം എൻ്റെ മാക്ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ മാക്ബുക്ക് കൊടുത്തു. ഞാൻ ഫുള്ളി ഇപ്പോൾ iOS നിർത്തിയിട്ടാണ്. ഞാൻ ആപ്പിൾ വാച്ചും കൊടുത്തു, ആപ്പിൾ വാച്ച് അൾട്രാ കൊടുത്തു. ഐഫോണും ഞാൻ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ബാക്കി അതിപ്പോൾ കൊടുക്കാൻ നിൽക്കുകയാണ്. ബാക്കിയൊക്കെ ഞാൻ കൊടുത്തു. iPhone 15 ഉണ്ടാകുന്നതും കൊടുത്തു. ഫുൾ നിർത്തി, ഐഫോൺ നിർത്തി, iOS നിർത്തി, ഫുൾ പരിപാടി നിർത്തി, മാക്ക് നിർത്തി, ഐപാഡ് നിർത്തി, ഒക്കെ കൊടുത്തു കേട്ടോ. എനിക്ക് മതി 3-4 കൊല്ലാണ്ട് ഞാൻ iOS, ഐപാഡ്, ഐഫോണൊക്കെ ഉപയോഗിച്ചുള്ളൂ. അതിനുശേഷം നിർത്തി, ഫുൾ മതി എനിക്കത്. പ്രത്യേകിച്ച് iOS 18 അങ്ങനെ ശേഷമാണ് ശരിക്കും നിർത്തത്. പിന്നെ ഇതാണ് നമ്മുടെ അസൂസിന്റെ ടഫ്. ഇത് AMD Ryzen 7 വരുന്ന മോഡലാണ്. 6GB റാം, NVIDIA-യുടെ 6GB റാം വരുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് പാടാണ്. ഇതാണ് AMD-യുടെ 144Hz ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ വരുന്നതാണ്. ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് പാടാണ്, എന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നമ്മൾ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ പോകുമ്പോൾ ഞാനൊരു സാംസങ് ഗാലക്സി ബുക്ക് വാങ്ങിച്ചാൽ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എഡിറ്റിങ്ങിന് നോക്കിയിട്ട് വേണം, എന്ന് വെച്ചാൽ എഡിറ്റിങ്ങിന് പറ്റുന്ന ടൈപ്പ് വേണം വാങ്ങിക്കാൻ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കത് WSന് പറ്റില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗിലുള്ളത്. അതിനോട് നമ്മൾ ഈ പറഞ്ഞ ക്യാമറ സംഭവമൊക്കെ വാച്ചുണ്ടാക്കും സെപ്പറേറ്റ്. 2-3 വാച്ചുകളുണ്ട്. ഒരു ഫോൺ കൂടി ഉണ്ട് സെപ്പറേറ്റ്. ഒരു ഞാനിപ്പോൾ വേറെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് കൊണ്ടിരുന്ന ഫോൺ, അത് നമ്മുടെ എന്താ പറയാ മോട്ടറോളയുടെ Edge 15 ഫോണുണ്ട്. നല്ല കിടന്ന സാധനം ഉണ്ടായി. ഈ പ്രൈസ് 20,000 ഉണ്ടെങ്കിലും പക്ഷെ ഇതിന്റെ ലുക്കും ഇത് ഞാൻ എക്സ്ട്രാ സെപ്പറേറ്റ് ഒരു കേസ് വന്നിട്ടതാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കേസ്. ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതുണ്ട് കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഇത്ര. അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും ഒക്കെ സൂപ്പറാണ്. പിന്നെ പ്രൊസസ്സർ 7 Gen ആണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൈസിന് പിന്നെ നമ്മൾ നോക്കണമല്ലോ, പ്രൈസിന് പിന്നെ 8 Gen ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ OnePlus-ന്റെ 13R വരുന്നുണ്ട്. ഇതിൽ എൻ്റെ ഒരു സിം തന്നെയാണ്. ഇതിന്റെ എന്താ പറയാ, ഞാൻ 3 സിം ഉപയോഗിക്കുന്നുണ്ട്. 3ാമത്തെ ഒരു സിമ്മാണ് ഇത്. ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല സിം. എന്നുവെച്ചാൽ ഫുൾ ടൈം നമ്മൾ ഇത് പ്ലാൻ എടുത്ത് വെക്കാറില്ല. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന സിമ്മുകളാണ്. മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞ പ്രൈമറി സെക്കൻഡറി ഫോണിൽ ഇട്ടേക്കുന്നതാണ്. മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സിം ഒരെണ്ണം BSNL ആണ്, ഒരെണ്ണം Jio ആണ്. ഇപ്പോൾ ഇത് എയർടെലാണ് കേട്ടോ. അതിൽ 3 ഉണ്ട്. പിന്നെ 2 വാച്ചും കൂടെ എക്സ്ട്രാ ഉണ്ട്. അതിൽ ഒരെണ്ണം G-Shock തന്നെയാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട പോലെ തന്നെ വേറൊരു G-Shock കൂടി ഉണ്ട്. അത് വേറൊരു G-Shock. എൻ്റെ നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഫുൾ കാസിയോ വാച്ചുകളാണ്. കാസിയോ വാച്ചാണെങ്കിൽ കുറേ ഉണ്ട്. അതുപോലെ G-Shock ഉണ്ട്. ഞാൻ സ്മാർട്ട് വാച്ച് ഒക്കെ ഇപ്പോൾ നിർത്തി. ഇനി സാംസങ് വാച്ച് മാത്രമേ ഉള്ളൂ സ്മാർട്ട് വാച്ച്. സാംസങ് ഉണ്ട്, Amazfit ഉണ്ട്. പിന്നെ എല്ലാ സ്മാർട്ട് വാച്ചും ആപ്പിൾ വാച്ചൊക്കെ കൊടുത്തു വിട്ടാം. പിന്നെ ഒരെണ്ണം കാസിയോൻ്റെ ഡിഫീസിൻ്റെ വരുന്ന നോർമൽ ഒരു എന്താ പറയുക ഒരു ക്ലാസിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം, പ്രൊഫഷണൽ മോഡൽ എന്നാണ് എന്താ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വാച്ച് വയ്ക്കുന്നുണ്ട്. ഈ സംഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ ബാഗിൽ നോക്കുന്നത്. ഡ്രസ്സൊന്നും ഇതിലില്ല, ഡ്രസ്സൊന്നും എല്ലാം കൂടി ഇതിൽ കൊള്ളില്ല. ഇതിൻ്റെ 38 ലിറ്ററോ സംതിങ് ആണ് ഈ ബാഗിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതായത് രണ്ടാളും നമുക്ക് ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ വേണമെങ്കിൽ ഇതിൽ ഒരു ബാഗും കൂടി ഉണ്ട്, അത് ഡ്രസ്സിലാണ്. ഞാൻ ആക്ച്വലി 2 ബാഗിന് സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ 2 ബാഗിൽ ഏത് വേണമെങ്കിൽ വാങ്ങിക്കാം. ഒരെണ്ണം 35 ലിറ്റർ, ഒരെണ്ണം 40 ലിറ്റർ. 35 38 ആണ് ഈ സാധനം ബ്ലൂ. ഇത് രണ്ടെണ്ണം നമ്മുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ്, TFI മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ്, നമ്മൾ കൊണ്ടുനടക്കുന്ന ഗാഡ്ജറ്റ്സ് കേട്ടോ. മെയിനായിട്ട് ഇതിൽ ഫോണുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ലാപ്ടോപ്പ് അങ്ങനെ പ്രൈമറി ആയിട്ട് മാറാറില്ല, പക്ഷെ ബാക്കിയൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വിളിക്കുന്നത്, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് അടുത്ത കാണാം.